ദൈവത്തിന് മഹത്വം. ഒലിവ് മലയും യെരൂശലേമും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 12-13 വചനങ്ങൾ. പിറ്റേന്ന് പെരുന്നാൾക്ക് വന്നൊരു വലിയ പുരുഷാരം യേശു യെരൂശലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഹോശന്ന, ഇസ്രയേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു. യെരൂശലേമിലേക്ക് വരാനിരിക്കുന്ന കർത്താവിനെ സ്വീകരിക്കാനായി അവനെ എതിരേൽക്കാൻ ഈത്തപ്പനയോലകൾ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ എന്ന വന്ദനങ്ങളോടെയും ആർപ്പ് വിളികളോടെയും ഈ സ്വീകരണം നടന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 29-ൽ കർത്താവ് ബെഥാനിയയിൽ നിന്ന് പുറപ്പെട്ട് യെരൂശലേമിലേക്ക് ഘോഷയാത്രയായി വരുന്നതായി എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ ഘോഷയാത്രയിൽ അവൻ ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നതായി നാം കാണുന്നു. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വചനത്തിൽ ഇതാ നിന്റെ രാജാവ് സൗമ്യതയായി കഴുതപ്പുറത്ത് കയറി വരുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ എന്ന് മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 29-ൽ കർത്താവ് പറയുന്നുണ്ട്. ഇവിടെ കഴുത എന്നത് താഴ്മയെ കാണിക്കുന്നു. യേശു സൗമ്യതയുള്ളവനായി എഴുന്നള്ളുന്നു. താഴ്മ എന്നത് വാചാലമല്ലാത്ത ഒരു അനുഭവമാണ്. തന്നെത്താൻ താഴ്ത്തിയപ്പോൾ നീതി നിഷേധിക്കപ്പെട്ടു. യഹൂദന്മാർ യേശുവിന് വിരോധമായി അന്യായമായ കുറ്റങ്ങൾ ചുമത്തിയപ്പോൾ അവിടുന്ന് ഒന്നും മിണ്ടാതെ മൗനമായിരുന്നു. പീലാത്തോസ് ഇതിൽ അത്ഭുതപ്പെട്ടു. ഇതുകൊണ്ടാണ് അവരെ ക്രൂശിൽ തറയ്ക്കാൻ കഴിഞ്ഞത്. ക്രൂശിൽ തന്റെ ശാന്തതയെ വെളിപ്പെടുത്തി, സൗമ്യതയെയും വെളിപ്പെടുത്തി. എബ്രയർ 12-ാം അധ്യായം അതിന്റെ 2-ൽ അവർ ക്രൂശിനെ സഹിച്ചു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ശാന്തത, സൗമ്യത, സഹിഷ്ണുത എന്നിവ നമുക്ക് യേശുവിൽ നിന്ന് പഠിക്കാം. നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പോരാട്ടങ്ങളെയും വേദനകളെയും നാം സഹിക്കേണ്ടതുണ്ട്. ഇതിനെയാണ് അവനോടുകൂടെ നാം കഷ്ടം സഹിക്കുന്നു എന്ന് പൗലോസ് എഴുതുന്നത്. നമുക്കുണ്ടാകുന്ന പ്രതികൂലങ്ങളെ നാം സഹിക്കുന്ന ഇടങ്ങളിൽ നാം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. ഈ ഘോഷയാത്ര ബഥാനിയിൽ നിന്ന് ആരംഭിച്ച് ഒലിവ് മലയിലേക്ക് വരുമ്പോൾ യെരൂശലേമിൽ നിന്ന് അവരെ സ്വീകരിക്കാനായി, അതായത് എതിരേൽക്കാനായി കുരുത്തോലകൾ പിടിച്ചുകൊണ്ടുവന്ന യഹൂദന്മാർ ഒലിവ് മലയിൽ വെച്ച് അവനെ കാണുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 38-ൽ കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ഇത് യേശുവിനെ സ്വീകരിക്കാൻ എതിരേറ്റു പോയ യഹൂദന്മാരുടെ ആശംസയായിരുന്നു. യോഹന്നാൻ 12-ാം അധ്യായം അതിന്റെ 17-18 വചനങ്ങളിൽ അവൻ ലാസറിനെ ഉയർപ്പിച്ച അത്ഭുതം നിമിത്തം ജനക്കൂട്ടം അവനെ എതിരേറ്റു ചെന്ന് ആർപ്പ് വിളിച്ചു എന്ന് കാണാം. തുടർച്ചയായി അവൻ ഒലിവ് മലയിൽ നിന്ന് യെരൂശലേമിലേക്ക് വരുന്നു. യെരൂശലേമിനെ നോക്കി കണ്ണുനീർ വാർത്ത് കരയുന്നു. തുടർന്ന് അവൻ യെരൂശലേമിന്മേലുള്ള ന്യായവിധി എഴുതുന്നു. ഇതൊരു വേദന നിറഞ്ഞ കാര്യമാണ്. യഹൂദന്മാർ അദ്ദേഹത്തെ ക്രൂശിൽ തറച്ചു കൊന്നത് ഈ രക്തത്തിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ഇരിക്കട്ടെ എന്ന് അവരുടെ ധിക്കാരത്തെ വെളിപ്പെടുത്തുന്നു. യെരൂശലേമിൽ നിന്ന് ഒലിവ് മലയിലേക്ക് അവർ എതിരേൽക്കാൻ പോകുന്നു. ഒലിവ് മലയിൽ നിന്ന് യെരൂശലേമിലേക്ക് വരുന്ന ആ സ്ഥാനത്ത് വെച്ചാണ് കർത്താവ് ഈ ന്യായവിധി എഴുതുന്നത്. ബഥാനിയിൽ നിന്ന് അവനോടൊപ്പം വന്നവർ അവന്റേതായിരുന്നു. ഒലിവ് മലയിൽ നിന്ന് അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 9-10 വചനങ്ങളിൽ 2 ദൂതന്മാർ അവൻ തിരിഞ്ഞ് നിങ്ങൾ കാണുന്നത് പോലെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 9, 10, 11 വചനങ്ങളിൽ ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവർ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്ന്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു എന്നിങ്ങനെ ഇവിടെ എഴുതിയിട്ടുണ്ട്. തുടർന്ന് ഇവർ ഒലിവ് മലയിൽ നിന്ന് യെരൂശലേമിലേക്ക് വന്നു. യെരൂശലേമിലെ മാളിക മുറിയിൽ കാത്തിരിക്കുന്നവർ 120 പേർ. ഇവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ. ഇവർ അവർക്കുള്ളവരാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 23-ൽ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും, അതായത് എടുത്തുകൊള്ളപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ലൂക്കോസ് 19-ാം അധ്യായം അതിന്റെ 37 മുതൽ 46-ാം വചനം വരെ അവർ ഒലിവ് മലയിൽ നിന്ന് യെരൂശലേമിലേക്ക് വന്ന് ന്യായവിധി നൽകുന്നു. ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 1
13:9 മുതലുള്ള തുടർച്ചയായ വചനങ്ങളിൽ ക്രിസ്തുവിനുള്ളവർ ഒലിവുമലയിൽ നിന്ന് യെരൂശലേമിലേക്ക് വന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ക്രിസ്തുവിനുള്ളവർ എന്ന ഭാഗ്യത്തെ പ്രാപിച്ചു. നാം ഒലിവുമലയിൽ നിന്ന് യെരൂശലേം എന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഒലിവുമലയിൽ നിന്ന് യെരൂശലേമിലേക്ക് എന്ന ഭാഗ്യത്തെ നമുക്ക് പ്രാപിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.